തിരുപ്പതി ബോർഡിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കുമോ? പിന്നെങ്ങനെയാണ് വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവർ അംഗങ്ങളാവുക? ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടേതാണ് ചോദ്യം. തിരിച്ച് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ മേത്തയുടെ മറുചോദ്യം ഇങ്ങനെയായിരുന്നു: അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് വഖഫ് ബോർഡിനെ സംബന്ധിച്ച കേസ് പോലും കേൾക്കാനാകത്തില്ല എന്ന് ആർക്കെങ്കിലും തർക്കമുന്നയിച്ചുകൂടെ? ഹിന്ദു ജഡ്ജായ ഈ കോടതിയല്ലേ അത് കേൾക്കുന്നത്? സഞ്ജീവ് ഖന്നയുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഭരണഘടനാപരമായ വിഷയങ്ങൾ പരിശോധിക്കാൻ ഈ കൂട്ടിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഹിന്ദുവല്ല, മുസ്ലിമുമല്ല, ഞങ്ങൾ സെക്കുലറാണ്. ഞങ്ങളെ നയിക്കുന്നത് ഭരണഘടനയുടെ മതേതരത്വ മൂല്യങ്ങളാണ്. അതുകൊണ്ട് അത് കേൾക്കുന്നതിലും ആ ചോദ്യത്തിനും പ്രസക്തിയില്ല. ചില സന്ദർഭങ്ങളിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ച് കൃത്യമായി അഭിമാനം തോന്നുന്ന ചില നിമിഷങ്ങളും ചില വാക്കുകളുമാണ്. താൽക്കാലികമായി ഇടക്കാല വിധിയൊന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഇതൊക്കെയാണ് തങ്ങളുടെ നിലപാടുകളെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വഖഫ് ഭേദഗതിയെ അനുകൂലിക്കുന്നവർ തങ്ങളെ കൂടി കേൾക്കണമെന്ന് വളരെ വിനയപൂർവ്വം അവരോട് ആവശ്യപ്പെടുന്നത്. എങ്കിൽ നാളെ 2 മണിക്ക് അല്പനേരം നിങ്ങളെ കൂടി കേൾക്കാമെന്ന് മറുപടിയും പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും വികാരനിർഭരമായ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേൽ കൈകടത്തുന്നു എന്ന പ്രതീതി മുഴുവനായും ഉണ്ടാക്കി തീർത്ത വഖഫ് ബില്ലിൽ സുപ്രീം കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് പരിഗണനയ്ക്കെടുത്തപ്പോൾ ഉണ്ടായ സന്ദർഭങ്ങളുടെ ഒരു ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. സഞ്ജയ് കുമാർ, വിശ്വനാഥൻ, അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് അതിൻ്റെ വാദങ്ങൾ കേട്ടു തുടങ്ങിയത്. കപിൽ സിബലായിരുന്നു ഒരു വശത്ത് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചത്. അവിടെ ചില കൃത്യമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകുന്ന അവസ്ഥ വരെ എത്തി എന്നതാണ് സത്യം. വഖഫ് ബൈ യൂസർ നിങ്ങൾ ഡീനോട്ടിഫൈ ചെയ്യുന്നു. അത് എന്ത് തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബ്രിട്ടീഷുകാരോ അതിനു മുമ്പുള്ള ആളുകളോ നൽകിയതിൻ്റെ തർക്കമാണോ? അതല്ല മറ്റേതെങ്കിലും ഡിസ്പ്യൂട്ടാണോ? 1925 മുൻപ് വഖഫായി നൽകിയ വസ്തുക്കളുടെ സാധുത നിങ്ങൾ എങ്ങനെ പരിശോധിക്കും? അധികം മസ്ജിദുകളും ദേവാലയങ്ങളും ഇന്ത്യയിൽ പണിതത് 4, 5, 6, 7 നൂറ്റാണ്ടുകളിലാണ്. അന്നത്തെ ഉടമസ്ഥാവകാശത്തിൻ്റെ എന്ത് രേഖയാണ് അവർക്ക് ഹാജരാക്കാൻ കഴിയുക? വഖഫ് ബൈ യൂസർ ഡീനോട്ടിഫൈ ചെയ്താൽ അതുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതം എത്ര വലുതായിരിക്കും? അതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും ബോധ്യമുണ്ടോ? തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് ഇന്ന് വാദങ്ങൾക്കിടയിൽ ഉന്നയിച്ചത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ അപൂർവമായാണ് ഒരു കേസ് വാദത്തിനെടുത്ത് അന്ന് തന്നെ വാദം കേൾക്കുന്നതും ഒരു ഇൻ്ററിം ഓർഡർ പാസ്സാക്കുന്നതിൻ്റെ അവസ്ഥ വരെ എത്തിച്ചേരുന്നതും. അവർക്കും ബോധ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇതിൻ്റെ കോൺസിക്വൻസസിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഇതിൽ അംഗങ്ങളാക്കുന്നതിൻ്റെ ഉദ്ദേശപരമായ കാര്യങ്ങളാണ് മറ്റൊന്ന് കോടതി ആരാഞ്ഞത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോഴത്തെ വഖഫ് അമെൻമെൻറ്റ് ബില്ലിൽ ഒരു ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർക്ക്, സംസ്ഥാന സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലുള്ള ഉദ്യോഗസ്ഥന് ഒരു ഡിസ്പ്യൂട്ടാണെന്ന് തോന്നിയാൽ തന്നെ അതങ്ങ് ഡീനോട്ടിഫൈ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടാക്കുന്ന കോൺസിക്വൻസസിനെ സംബന്ധിച്ചും കോടതി ആരായുകയുണ്ടായി. ചുരുക്കത്തിൽ സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന 2 ബഹുമാന്യരായ ജഡ്ജിമാർ ചേരുന്ന ബെഞ്ചാണ് ഈ അപ്പീലിൽ വാദം കേട്ടത്. 70ഓളം പെറ്റീഷൻസാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. AIM MP അസദുദ്ദീൻ ഉവൈസി, കോൺഗ്രസ് MP മുഹമ്മദ് ജവാദ്, RJD MP മനോജ് കുമാർ ഝാ, TMC MP മഹുവ മൊയ്ത്ര, ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, ജമിയത്തുൽ ഉലമായെ ഹിന്ദ്, ദ്രാവിഡ മുന്നേറ്റ കഴകം DMK പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, YSRC പാർട്ടി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഡൽഹി MLA അമാനുള്ള ഖാൻ, SP MP സിയാവുർ റഹ്മാൻ, ഇമാം ഓഫ് ജുമാ മസ്ജിദ് ബംഗളൂരു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, TVK പ്രസിഡന്റ് ആൻഡ് തമിഴ് ആക്ടർ വിജയ്, അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് തുടങ്ങിയവരാണ് പ്രധാനമായും ഈ അമെൻമെൻറ്റ് ബില്ലിനെ എതിർത്ത് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ നൽകിയത്.
രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, മഹാരാഷ്ട്ര, ആസാം, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിൽ ഇൻ്റർവെൻഷൻ ആപ്ലിക്കേഷൻസും ഇടപെടൽ ഹർജിയും ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകുകയുണ്ടായി. സെൻട്രൽ ഗവൺമെൻറ് ആകട്ടെ ഒരു കാവിയറ്റാണ് ഫയൽ ചെയ്തത്. ഏതായാലും ഇതിൻ്റെ അവസാനം ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, വൺ തിങ് ഈസ് വെരി ഡിസ്റ്റർബിംഗ്, ദ വയലൻസ്, ദ ഇഷ്യൂ ഇസ് ബിഫോർ ദ കോർട്ട് ആൻഡ് വി വിൽ ഡിസൈഡ്. മേത്ത അതിന് മറുപടി പറഞ്ഞത്, ദെയർ ഷുഡിൻ ബി എ ഫിനോമിന ദാറ്റ് വയലൻസ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രഷറൈസ്. അതായത് ഒരു കാര്യം അസ്വസ്ഥമാക്കുന്നുണ്ട്, അത് വയലൻസാണ്. ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്, കോടതി അതിൽ തീരുമാനം പറയും എന്ന് പറയുന്ന തരത്തിലേക്ക് നാളെ 2 മണിക്ക് റെസ്പോണ്ടൻസിൻ്റെ ഹിയറിംഗ് കൂടി കഴിഞ്ഞ് വിധി പറയുമെന്നാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഒരു കൃത്യമായ ഉത്തരം, പരിഹാരം തങ്ങൾ കണ്ടെത്തുമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി. മറ്റൊരു കാര്യം കൂടി സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുണ്ടായത്, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലാണെന്നും JPC കണ്ടതാണെന്നും 29 ലക്ഷത്തോളം പെറ്റീഷൻസ് പരിശോധിച്ചു എന്നുമൊക്കെ മേത്ത പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ വഖഫായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലവും ഈ ആക്റ്റോടുകൂടി എങ്ങനെയാണ് ഡീനോട്ടിഫൈ ചെയ്യപ്പെടുന്നത്? കോടതി വിധികളെ മറികടക്കാനല്ല നിയമനിർമ്മാണം നടത്തേണ്ടത്, മറിച്ച് കോടതി വിധികളുടെ അന്തസത്ത കൂടി ഉൾക്കൊണ്ടായിരിക്കണമെന്ന് പറയുന്ന ഒരു നിരീക്ഷണം കൂടി, ഒരു അഭിപ്രായ പ്രകടനം കൂടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചും കാര്യങ്ങൾ വിശദീകരിച്ചും സുപ്രീം കോടതി അതിൻ്റെ നിലപാട് പറയാതെ പറഞ്ഞു എന്നതാണ് സത്യം. ഓർഡർ പാസ്സാക്കിയില്ലെങ്കിലും ഓർഡർ പാസ്സാക്കാവുന്നിടത്തോളമുള്ള നിർദ്ദേശങ്ങൾ ഇതിനിടയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അറിയിക്കുകയും ചെയ്തു.